കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജെറമിയ 32:27. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കും, എൻ്റെ ദൈവത്തിന് ഇത് സാധിക്കുമോ? എനിക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റുമോ? എനിക്കൊരു വീട് വയ്ക്കാൻ പറ്റുമോ? എനിക്കൊരു വിസ ലഭിക്കുമോ? ഞാൻ ഓരോ പ്രാവശ്യം പരീക്ഷ എഴുതി നോക്കുമ്പോൾ എനിക്കിത് ജയിക്കാൻ പറ്റില്ല, എനിക്കിത് സാധിക്കില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പലവട്ടം നമുക്ക് തോൽവികൾ സംഭവിക്കാം. 1 വട്ടമാവാം, 2 വട്ടമാവാം, 3 വട്ടമാവാം, ചിലപ്പോൾ അത് 10 വട്ടമാകാം. നമ്മൾ മുൻപോട്ട് പോവുക. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും സാധ്യമാണ്. ബൈബിൾ പറയുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? നിങ്ങൾക്ക് അസാധ്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തെ ഒന്ന് കൂട്ടുപിടിക്കുക. പലപ്പോഴും പല പരാജയങ്ങളുണ്ടാവാം. ഒരു പരാജയം വന്നതുകൊണ്ട് ദൈവം കൂട്ടില്ല എന്നല്ല. പലപ്പോഴും ആ പരാജയത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം. ആ പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അവിടെയാണ് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങളും പരാജയങ്ങളും വരുമ്പോൾ നമ്മളതിനെ നേരിടുക. എന്ത് പ്രശ്നം വന്നാലും ഞാൻ അതിനെ മുൻപോട്ട് നേരിടും. എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നോട്ടെ, ഞാൻ അതിനെ മുൻപോട്ട് നേരിടും. കർത്താവ് എന്നെ സഹായിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു കിട്ടും. അതിന് കർത്താവ് എന്നെ ഒരുക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് എന്തോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. ചിലപ്പോൾ അത് മാസങ്ങളാവാം, വർഷങ്ങളാവാം, അത് സാധിച്ചു കിട്ടും. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. കർത്താവ് നിനക്കത് സാധിച്ചു തരും. പക്ഷേ ദൈവത്തെ നിങ്ങൾ കൈവിടരുത്. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ദൈവത്തിനെ കൈപ്പിടിച്ചോ, ദൈവം അത് സാധിച്ചു തരും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു നിയോഗം നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവുമായിരിക്കും. നിങ്ങൾ അത് ഉപേക്ഷിച്ച് കളഞ്ഞൊരു കാര്യം. പക്ഷേ ദൈവം അത് തിരിച്ച് നിങ്ങൾക്ക് കൊണ്ടുതരുന്നൊരു സമയമുണ്ട്. കാരണം നിങ്ങൾ ഒരിക്കലും ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. ആ കാര്യം നിങ്ങൾ മറന്നാലും നിൻ്റെ ദൈവം, നിൻ്റെ ഉടയ തമ്പുരാൻ മറക്കുകയില്ല. നിനക്കത് സാധിച്ചു തരും. ദൈവത്തിന് നന്ദി, സ്തുതി.